ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊടും കുറ്റവാളികളെ വിചാരണ കൂടാതെ കൊന്നു തള്ളിയിരുന്ന തരിശുഭൂമിയായിരുന്നു കൊത്ത. മണ്ണിലെ ചോരയുടെ ഗന്ധത്തിൽ മത്ത് പിടിച്ചിട്ടെന്ന പോലെ കുറ്റവാളികളുടെ ഒരു കുലവും ഉദയം ചെയ്തു. ഞാനൊരു ഗവൺമെന്റ് സർവന്റാടാ. ഇവിടെ ഞാനാടാ ഗവൺമെന്റ്. ഇതിന്റെയൊക്കെ പിറകിലൊരു വ്യക്തിയാണ് കണ്ണൻ ഭായ്. 3 ആഴ്ച മതി ഈ മുറിവുണങ്ങാൻ. പോലീസിലെ എത്ര മിടുക്കന്മാരായ ഓഫീസർമാർ കൊത്തയിൽ വന്ന് മുട്ടുമടക്കുന്നത് കണ്ട ടൗൺ നിവാസികൾ ഒരു കാര്യം ഉറപ്പിച്ചു: ഇത് കൊത്തയുടെ വിധിയാണ്. രാജാവിന്റെ വരവനായി ആ ജനങ്ങൾ അവനെ കാത്തിരുന്നു. തങ്ങളുടെ മക്കളെ കൊന്നു തിന്നുന്ന ആ ഭൂതത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ രാജാവിന് മാത്രമേ കഴിയൂ എന്നവർ വിശ്വസിച്ചു. എവിടെ പോയി നിങ്ങളുടെ രക്ഷകൻ? നമുക്ക് ഈ രാജുവിനെ കൊത്തയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാലോ? ഒടുവിൽ ആ ദിവസം വന്നെത്തി. പണ്ടിവിടെ ഉണ്ടായിരുന്ന ആളാ രാജു എന്ന് പറയും. രാജാവ് തിരിച്ചു വന്നു. അന്നീ കൊത്ത വരച്ചിരുന്നത് രാജുവായി. ഈ ടൗണിന്റെ ലോ ആൻഡ് ഓർഡർ മുഴുവൻ അവൻ ഏറ്റെടുത്തിരുന്നു. മെട്രിക്കുലേഷനുമായിട്ട് കൊത്തയിൽ നിന്ന് പോയവൻ PhD എടുത്തിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. രാജു മദ്രാസി. അവനൊരു വീര പരിവേഷമുണ്ട്. അവനെല്ലാം നേർക്കുനേരെയാണ്. ഇത് ഞാൻ നിനക്ക് തരുന്ന വിരുന്നാണ്, നിന്റെ അന്ത്യ അത്താഴം. ആരെയും വിരുന്നിന് ക്ഷണിക്കാം, മരണത്തെ ഒഴിച്ച്. കൊത്തക്കിനി പുതിയൊരു അവകാശം വേണ്ട. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി.